ഇന്ന് നമ്മുടെ കോളേജിൽ വെച്ചിട്ട് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ പ്രിലിംസ് നടക്കുകയാണ്. വൈകുന്നേരം 5 മണി തൊട്ട് നാളെ രാവിലെ 11 മണി വരെ. അപ്പം ഞങ്ങൾ ടീംമേറ്റ്സ് 6 പേരാണ്. ഷാരോൺ, രോഹിത്ത്, ഡാനി, ജോസ്ഫിൻ, പിന്നെ ക്രിസ്റ്റിൻ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എത്തി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഐഡിയ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിൻ്റെ സൈറ്റിൽ തന്നെ പ്രോബ്ലംസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ടീംസിനെ എടുത്തേക്കുന്നത്. എല്ലാത്തിനും ഇങ്ങനെ ടൈം ലിമിറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ നമ്മളിങ്ങനെ ഐഡിയ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലീഡായിട്ടുള്ള ഫാക്കൽറ്റിയാണ് പ്രൊഫസർ സർജു. സാറ് ഫുൾ ടൈം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടീമിൻ്റെ പേര് ടെക് ടൈറ്റൻസ് ആണ്. അതായത് ടേബിളിൽ അതായത് ടീമിൻ്റെ പേരെഴുതി ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ എഴുതി ബോട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങളെല്ലാവരും ജിറ്റ് ഹബിൽ കോഡ് ഷെയർ ചെയ്യാനായിട്ട് ലോഗിനൊക്കെ ചെയ്ത് സെറ്റായി. പിന്നെ നമ്മുടെ അന്നാമരിയും ശ്വേതയും ഇവിടെ ഉണ്ട്. അവർ വേറെ ടീമിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഐഡിയ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ പല പല ലെവൽസായിട്ടാണ് നമ്മുടെ ഹാക്കത്തോൺ പോകുന്നത്. ആദ്യത്തെ ലെവൽ ഐഡിയ സബ്മിഷൻ, പിന്നെ വെളുപ്പിന് 1 മണിയാകുമ്പോഴത്തേക്കും ഇതുവരെ എന്തായി എന്നുള്ള ലെവൽ നോക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് അടുത്തത്, പിന്നെ രാവിലെ 10 മണിക്ക്. ഈ സ്പോൺസർ everyone happy. idea vlogging കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. കോലീഡ്സ് ആയിട്ടുള്ളത് രജത്, സന്ദീപ്, പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ ആയുഷ്, മിസ്സിലിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കഴിക്കാനായിട്ട് റൈസും നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇവർക്കൊക്കെ നോൺ വെജ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത സെറ്റ് കോഡിങ്ങിലോട്ടൊക്കെ കടന്നു. അതിൻ്റെ കോർഡിനേറ്റേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് സൈഡ് നടപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് പൊട്ടിക്കുന്നു, കഴിക്കുന്നു. ഇങ്ങോട്ട് വരിക്കാം, ഇങ്ങോട്ട് വരിക്കാം. മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചോണ്ട് എടുക്കാം. കഴിഞ്ഞ 1 മണിക്കൂറിട്ട് വലിച്ചോണ്ടിരിക്കുക. എത്ര മണിയായി ഇപ്പൊ സമയം? 1:10. 1 മണിക്കൂറായിട്ട് എല്ലാം കഞ്ചാവാ കേട്ടോ. നമ്മളെ 5th അവൻ 21. എടാ ഒന്നുമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് സംസാരിച്ച്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? 5ാം സ്ഥലം. നമ്മൾ എത്രാമത്തെ പൊസിഷന്? 8. തിരിച്ചു കയറണം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ 6 മണിയുടെയും കൂടെ ചെക്കിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. കുറച്ച് ലെവലായി എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് PPT പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളത് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു. 10 മണിയുടെയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബെസ്റ്റ് 6 ടീംസിനെ അവർ സെലക്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ടീമിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെളിയിലിരുന്നു. കാപ്പി ഉണ്ടായിരുന്നു, കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഡിക്ലറേഷൻ്റെ ടൈമായി. ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ
പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ടീം ലീഡിനെ വിളിച്ചിട്ട് കൊടുത്തു. അതിനുശേഷമാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ 3rd പ്രൈസാണ് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് കിട്ടിയത് ഞങ്ങളുടെ ഹോസ്റ്റൽ മേറ്റ്സ് ആയിട്ടുള്ള ടീമി, ആദിത്യ, അനിത്യ അവരുടെ ടീമിനായിരുന്നു. അത് കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ടാണ് ഗൈസ് ഞങ്ങൾക്കാണ് ഫസ്റ്റ് അടിച്ചത്. മറക്കത്തില്ല. എങ്ങോട്ടാ പോകുന്നത്? ചെക്ക് മാറ്റാൻ നമുക്ക് ഫസ്റ്റ് എത്ര രൂപ? 5,000. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ 2 ഫാക്കൽറ്റി അഡ്വൈസേഴ്സിനെ ചെന്ന് കണ്ടു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ക്രിസ്റ്റിന്, ഡാനി, ജോസും ഞാൻ ഇവിടെ. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.